ശരി വർഗീസ്, നാളെ കാണാം. നാളെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴേ രണ്ടിട്ട് പിടക്കണ ചീട്ട് ഞാൻ വാങ്ങിച്ചോളാം. നമ്മുടെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ഇനി നമ്പിയാലേ സംഗതി ശരിയാവില്ല. ആയിക്കോട്ടെ, ആകാശ് എനിക്ക് ലാഭമായി. നമ്മുടെ സേതുലക്ഷ്മി ടീച്ചർക്ക് മൊബൈലിൽ പുതിയ റിംഗ് ടോൺ വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ആ പാവം ടീച്ചർക്ക് പണിയായി. അമ്പലത്തിൽ എന്താ പരിപാടി സത്യപ്പാ? കഥകളി. നാണുവാശാനും സംഘവും ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ കാണാൻ വരുന്നില്ലേ? കഥകളിയല്ലേ? ആ നോക്കട്ടെ, ഇന്ന് ഇന്ത്യയുടെ കളിയുള്ളൂ അല്ലേ? എന്തായാലും ഇത്തവണ ഉത്സവ പരിപാടിക്കൊക്കെ ഒരു പുതുമയുണ്ട്. സത്യേട്ടനല്ലേ ഓർഗനൈസിങ്. പുതുമ ഉണ്ടായിട്ട് എന്താ കാര്യം? ക്രിക്കറ്റും ടി വി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊന്നും ഉത്സവം കൂടാൻ നേരമില്ലല്ലോ. എന്താടാ ഇത്? ഈ നേരായിട്ട് നിങ്ങൾക്ക് ഈ കളി നിർത്താറായില്ലേ? ലാസ്റ്റ് ഓവർ ആച്ചാ, ഇപ്പൊ കഴിയും. നിനക്കൊന്ന് പറഞ്ഞൂടെ ഇവരോട്? ഹാഫ് ഇയറിൽ എക്സാം തുടങ്ങിയില്ലേ? ഓ, അവർ കളിച്ചോട്ടെ, പരീക്ഷയൊക്കെ അവൻ എഴുതിക്കോളും. സബ് ജൂനിയർ ടീമിന്റെ സെലക്ഷനാ മറ്റന്നാ. അപ്പൂന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ ഈ പിള്ളേരൊക്കെ പറയുന്നത്. ഒരു സ്കൂൾ ടീച്ചറായ നീ തന്നെ ഇത് പറയണം. അല്ല, അതിലെന്താ ഇത്ര വലിയ കുഴപ്പം? അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഇനി പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഇതുപോലെയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ടാലൻസ് ഉള്ളവർ റിസ്ക് എടുക്കാൻ തയ്യാറായ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതെങ്ങനെയാ? നിങ്ങളെ പോലെയുള്ള അച്ഛനുണ്ടായാൽ മതിയല്ലോ. ഞാനിപ്പോ എന്ത് വേണമെന്ന് നീ പറയുന്നത്? മറ്റന്നാൾ ഇവന്റെ കൂടെ ടീം സെലക്ഷന് തൃശ്ശൂർ വരെ ഒന്ന് പോണം. എന്താ, പറ്റുമോ? മറ്റന്നാളാ? അസലായി. മറ്റന്നാളൊക്കെ ഉത്സവമാണ്. അതെ, സ്വന്തം മോന്റെ ഭാവിയെക്കാളും വലുത് ഉത്സവം തന്നെ ആവണം. ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാം. എന്താ, അതിന് വിരോധമൊന്നുമില്ലല്ലോ? ഏയ്, സന്തോഷം കൊണ്ട് ഞാൻ തുള്ളി ചാടുള്ളൂ. ആവശ്യമുള്ളതൊക്കെ തന്നെയാണല്ലോ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ. അമ്മേ, ഇന്നത്തെ SMS എവിടെ വരെ ആയി? അമ്പല കമ്മിറ്റിന്ന് നേരത്തെയാണല്ലോ. നീ ചായപ്പൊടി മേടിച്ചല്ലോ അല്ലേ? അയ്യോ, ഞാൻ മറന്നു. നാളെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചാ മതി. എന്നാ അവനൊരു കാര്യപ്രാപ്തി ഉണ്ടാവുക എന്റെ ഭഗവതി. അടുത്ത ആഴ്ച ആവുമ്പോഴേക്ക് കാര്യപ്രാപ്തി ഉണ്ടാക്കാം അമ്മേ. ഞാൻ ചെന്ന് കുളിക്കട്ടെ. എടി, ഇതൊന്ന് ടൈപ്പ് ചെയ്താ. ഞാൻ പഠിച്ചോണ്ടിരിക്കല്ലേ അച്ഛമ്മേ. ഇതിന്ന് എത്രാമത്തെ തവണ SMS അയക്കുന്നേ? ഇതിന് സ്പെഷ്യൽ റേറ്റ് ആണ് അച്ഛമ്മേ. 6 rupees per SMS. ഓ, ഞാൻ സഹിച്ചു. കഴിവുള്ള കുട്ടികളെ ഇങ്ങനെയൊക്കെയാ പ്രോത്സാഹിപ്പിക്കുക. നമുക്കോ ഒന്നും പറ്റിയില്ല. ഗായത്രി, അമ്പലത്തിൽ കഥകളി കാണാൻ വരുന്നുണ്ടോ? സന്താന ഗോപാലാണ് ഇന്ന് കഥ. സ്വന്തം സന്താനങ്ങളെ പറ്റി ആലോചന ഇല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ സന്താന ഗോപാലവും കണ്ടോണ്ട് നടന്നു. എന്താടി സന്താനങ്ങൾക്ക് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്, അത് ഓർമ്മ വേണം. എടി, പിള്ളേര് വളരാതെ പിന്നെ എപ്പോഴും ജനിച്ച അവസ്ഥയിൽ തന്നെ നിൽക്കുന്നാണോ നീ വിചാരിച്ചത്? അവര് പഠിക്കട്ടെ. എടി, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, നല്ല സംസ്കാരം കൊടുക്കാം. അത്രയൊക്കെ അച്ഛനമ്മമാര് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചാ മതി. 10-20 കൊല്ലമായിട്ട് ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഒരേ ട്രെയിനിൽ പോകുന്നു, വരുന്നു, കിടന്നുറങ്ങുന്നു. ഒരു മാറ്റവും, ഒരു മേൽഗതിയുമില്ല. എന്ത് മാറ്റാണ് നിനക്കിപ്പോ വേണ്ടത്? ഒന്നും വേണ്ട. നിങ്ങൾ ഉണ്ണാൻ വരുന്നുണ്ടോ? ഞാൻ അമ്പലത്തിൽ നിന്ന് കഴിച്ചോളാം. ആ കഴിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉത്സവം തീരുന്നതോടെ അത് നിർത്തിയേക്കണം, കേട്ടല്ലോ? പിന്നില്ലാതെ. ഇന്നിനൊരു പരിപാടിക്ക് ഞാനില്ല മോന. TV-ൽ ഇപ്പൊ അനുവിന്റെ പ്രോഗ്രാം ഉണ്ട്. മന്ത്രി തോമസ് ചാക്കോ മുഖാമുഖം. നീ കണ്ടിട്ട് വിളിക്ക്. ഞാൻ ഈ നാട്ടിലെ ഉത്തരവാദിത്തമുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അതിന്റെ ഭാഗമായി ദിവസവും ധാരാളം ആൾക്കാരെ കാണേണ്ടി വരും. പലരുടെയും പരാതി കേൾക്കുന്നു. ചിലപ്പോൾ ഇവരെയും കണ്ടിട്ടുണ്ടാവാം. എന്ന് കരുതി അത് സ്ത്രീ പീഡനമാവോ? ഇത് തന്നെയാ മിനിസ്റ്റർ പ്രശ്നം. ആദ്യം നിങ്ങൾ പറഞ്ഞു തങ്കമ്മരാജൻ എന്ന സ്ത്രീയെ പരിചയമേ ഇല്ലെന്ന്. ഇപ്പൊ പറയുന്നു കണ്ടിട്ടുണ്ടാവാമെന്ന്. ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾ മാധ്യമങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും ആരെയും കുറിച്ച് ഈ നാട്ടിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ന്യൂസ് വാല്യൂ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളൊക്കെ പെരുമാറുന്നു. ഇത് മഹാ കഷ്ടമാണ്. താങ്കൾക്ക് താങ്കളുടെ ഭാഗം ജനങ്ങളോട് തുറന്നു പറയാനുള്ള വേദി ഒരുക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് മിനിസ്റ്റർ. ഏതായാലും തങ്കമ്മരാജൻ ഇപ്പോൾ നമ്മോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീമതി തങ്കമ്മരാജൻ, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരള രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന തികച്ചും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. മന്ത്രി തോമസ് ചാക്കോ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? പിന്നല്ലാണ്ട്, വെറും വാക്ക് പറയുന്നവളല്ലേ ഈ തങ്കമ്മ.
24-ാം തീയതി തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഉച്ചയ്ക്ക് ഒരു 2-2:30 മണിക്കാ സംഭവം. ഇത് ഞാൻ ഏത് മജിസ്ട്രേറ്റിന്റെ മുമ്പിലും തെളിയിക്കാം. ഇല്ലെങ്കിൽ അയാൾ പറയട്ടെ. മിനിസ്റ്റർ, ഇത്തരം തെമ്മാടിത്തരത്തിന് മറുപടി പറയലല്ല എന്റെ ജോലി. തെമ്മാടി തരോ? ആരോടെ തെമ്മാടി തരം കാണിച്ച്? പ്ലീസ് തങ്കമ്മ, ഇതൊരു ലൈവ് ഇന്റർവ്യൂ ആണ്. ആ, ലൈവ് ആയാലും അല്ലെങ്കിലും തങ്കമ്മയ്ക്ക് പുല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും പറയും. 24-ാം തീയതി ഗസ്റ്റ് ഹൗസിൽ എന്തൊക്കെ നടന്നെന്ന് ഹക്കുമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നാട്ടുകാർ കേൾക്കട്ടെ. ഭരിക്കുന്ന മന്ത്രിമാരുടെ ഓരോ ഗുണങ്ങളും. മിസ്റ്റർ തോമസ്, താങ്കൾ 24-ാം തീയതി 2 മണിക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. അവിടുത്തെ അന്നത്തെ വിസിറ്റേഴ്സ് ബുക്കിൽ തങ്കമ്മരാജൻ എന്ന പേരുമുണ്ട്. എങ്ങനെ വിശദീകരിക്കുന്നു? അവർ സംസാരിക്കുന്നത് നിങ്ങളും കേട്ടല്ലോ. ഇവരോടൊക്കെ എന്ത് മറുപടി പറയാനാണ്? ഞാൻ പറഞ്ഞല്ലോ, മാറങ്കരയിലെ കരിമണൽ പ്രശ്നവുമായിട്ട് അവരെന്നെ കാണാൻ വന്നിരുന്നു. ആ പ്രശ്നത്തിൽ എനിക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ല. അതിന്റെ പക തീർക്കാൻ ഒരു മനുഷ്യൻ ഇങ്ങനെ തേജോവധം ചെയ്യണോ? സഹായം ചോദിക്കാൻ തന്നെയാ പോയ. പക്ഷെ പിന്നെ ഇവിടെ നടന്നത് ഈ കരച്ചിൽ കള്ളത്തരമാണ്. ഇതുവരെ മനഃപൂർവ്വം ഒരുക്കിയ ഒരു ട്രാപ്പാണ്. കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോയിരിക്കുന്നു മിസ്റ്റർ തോമസ്. കേരളം മുഴുവൻ ഇന്ന് സംസാരിക്കുന്നത് ഈ വിഷയമാണ്. താങ്കളുടെ രാജ്യമല്ലാതെ ഈ വിഷയത്തിൽ യാതൊരു ഒത്തുതീർപ്പുമില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. രാജിവെച്ചിട്ട് അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതല്ലേ രാഷ്ട്രീയ മര്യാദ? അത് എങ്ങനെ വേണമെന്ന് എന്റെ പാർട്ടി തീരുമാനിക്കും. ആ തീരുമാനം എന്തായാലും ഞാൻ അംഗീകരിക്കും. ഈ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് താങ്കൾ. അത്ര ലഘുവായി കാണാവുന്ന വിഷയമാണോ ഇത്? അത് വെക്കമ്മേ. ദേവി മഹാത്മ്യം തുടങ്ങണ നേരായിരിക്കുന്നു. ഇതിലെന്താ അത്ര കാണാതിരിക്കണത്? രാവിലെ തൊട്ട് ഒരേ വർത്താനം പറഞ്ഞിരിക്കുന്നു. അമ്മയുടെ കഞ്ഞുകൂടി ഇത്ര വേഗം കഴിഞ്ഞോ? ഇനി രക്ഷയില്ല. ഞാൻ അമ്പലത്തിലോട്ട് ചെല്ലട്ടെ. അതിബുദ്ധിമാൻ എന്നാണ് താങ്കളുടെ ശത്രുക്കൾ പോലും താങ്കളെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണോ ഇത്ര കാലമായിട്ടും തോമസ് സാറിനെ ആർക്കും പിടിക്കാൻ പറ്റാത്തത്? എന്റെ കൈകൾ ശുദ്ധമാണ്. കഴിഞ്ഞ 40 വർഷക്കാലത്തെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതമാണ് എന്റെ മുന്നിലുള്ളത്. ആർക്കും തുറന്ന് പരിശോധിക്കാം. ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് നന്ദി മിനിസ്റ്റർ. നന്ദി. കൈതരാത്തോണ്ട് വേറൊന്നും വിചാരിക്കരുത്. നാളെ ഇത് വേറൊരു വിവാദമാകും. താങ്ക് യു സർ. കഴിഞ്ഞല്ലോ, എനിക്കിനി ശ്വാസം വിടാമല്ലോ. എല്ലാരും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. മോള് പ്രത്യേകിച്ചും. ചോദ്യം ചോദിച്ച് ഒരുപാട് ക്ഷീണിച്ചതല്ലേ. നിങ്ങൾക്കായി തീർന്നോ? ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ആര്, വക്കീലാണോ? സംസാരിച്ചു. ഇങ്ങനെ കുറച്ച് ഭാര്യമാരും ഭർത്താക്കന്മാരും ഇറങ്ങി പുറപ്പെട്ട നമ്മുടെയൊക്കെ കഞ്ഞുകൂടി മുട്ടിപ്പോവും. വക്കീല് കേസുണ്ടാക്കുന്നു, ഭാര്യ ഏത് ചാനലിലൂടെ ലോകം മുഴുവൻ എത്തിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ ലോകം നന്നാക്കി അടങ്ങും അല്ലേ? സോറി സർ. ഡോണ്ട് ഫീൽ സോറി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ആക്ച്വലി ഐ എം പ്രൗഡ് ഓഫ് യു ബോത്ത്. വക്കീലോട് എന്നെ അന്വേഷണം പറഞ്ഞേക്കൂ. ഓക്കെ സർ. ശരി, എന്നാ ഞാനൊന്ന് വിശ്രമിക്കട്ടെ. വെളുപ്പിനെ പാലായിലൊരു മരണം കൂടാനുള്ളതാണ്. ഓക്കെ സർ. താങ്ക് യു. ശരി.